മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. മുഹമ്മദ് മുഹസിന്റെ ഹാട്രിക് വിജയത്തിൽ വിളത്തൂരിൽ LDF നേതൃത്വം സംഘടിപ്പിച്ച വിജയാഹ്ലാദ റാലിയിൽ UDF പ്രവർത്തകന്റെ വാഹനം തകർത്തുവെന്ന ആരോപണത്തെ തള്ളി LDF നേതാക്കൾ രംഗത്ത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയെന്നും LDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടായിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വിളത്തൂരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായാണ് UDF ആരോപണമെന്നും ലക്ഷ്യം LDF പ്രവർത്തകരെ പ്രകോപിപ്പിക്കലാണെന്നും ഇതിനു പിന്നിലെ UDF ഗൂഢാലോചന തെളിയിക്കേണ്ടതായിട്ടുണ്ടെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലെ MLA മുഹമ്മദ് മുഹസിൻ ഒരു ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ്. മൂന്നാമതും നല്ലൊരു വിജയത്തോടു കൂടിയിട്ടാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി മണ്ഡലത്തിലുടനീളം പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലും LDFിൻ്റെ നേതൃത്വത്തിലൊക്കെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു വരികയാണ്. തിരുവേഗപ്പുറ ലോക്കൽ കമ്മിറ്റിയിലും 3ഓളം വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. പാർട്ടിക്കൊരു സംഘടനാ രീതിയുണ്ട്. കാരണം നമ്മുടെ എന്ത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിജയാഹ്ലാദവും അതുപോലെ തന്നെ പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ പാർട്ടിയുടെ രീതിക്ക് അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി സഖാക്കൾക്ക് നൽകാറുണ്ട്. വിളത്തൂരിലെ പാർട്ടി സഖാക്കൾ ഇങ്ങനൊരു വിജയാഹ്ലാദം നടത്തണമെന്ന് പറഞ്ഞപ്പോഴും പാർട്ടി അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വങ്ങളുണ്ടല്ലോ പാർട്ടിയുടെ, അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കേണ്ടത്. ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആഹ്ലാദ പ്രകടനവും നടത്താൻ പാടില്ല. മറ്റുള്ള ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള മുദ്രാവാക്യങ്ങളും മറ്റൊന്നും വിളിക്കാൻ പാടില്ല. അങ്ങനെ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ 2 സൈഡിലും പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടായിരിക്കണം. ഇനി ആഹ്ലാദ പ്രകടനത്തിൽ എന്തെങ്കിലും പടക്കങ്ങളോ മറ്റോ പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സഖാക്കളുടെ ഉത്തരവാദിത്വത്തോടും ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണം. ഈ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളത്തൂരിൽ ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ വ്യാഴാഴ്ച നടക്കാനിടയുണ്ടായത്. പാർട്ടി പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ഓടുപാറയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ആഹ്ലാദ പ്രകടനം വിളത്തൂർ റേഷൻ കടയിലാണ് അവസാനിക്കുന്നത്. അതുവരെ തന്നെ പാർട്ടി പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിലൂടെയാണ് ഈ ആഹ്ലാദ പ്രകടനം പോയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ലീഗിൻ്റെ പ്രവർത്തകൻ്റെ വാഹനം അവിടെ നിർത്തിയിട്ടിരുന്നു. അതിന് ഒരു ഗ്ലാസ് തകർന്നു എന്നുള്ളൊരു പരാതി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ പാർട്ടി നേതൃത്വം എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും അവിടെ എത്തുകയും പാർട്ടി സഖാക്കളോട് അവിടെ പോലീസ് അടക്കം ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ പാർട്ടി സഖാക്കളെ ഞങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരോടും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുകയുണ്ടായി. ഞങ്ങൾ അന്ന് പാർട്ടി എന്ന നിലപാട് പോലീസിനെ അറിയിച്ചത് ഈ അന്വേഷണം കറക്റ്റായിട്ട് പോകണം. ഈ അന്വേഷണത്തിന് പാർട്ടിയുടെ പിന്തുണ എല്ലാ രീതിയിലും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു അപാകതകൾ സംഭവിച്ചിരുന്നത് തീർച്ചയായിട്ടും അതിനെന്താണ് പരിഹാരം കാണേണ്ടത് എന്നുള്ളത് ഞങ്ങളവിടെ പോലീസിന് വാക്കുകൊടുത്തായിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് അവിടെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയായ രീതിയിൽ പരിശോധിക്കപ്പെടട്ടെ. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നതിൽ ഞങ്ങൾ അപലപിക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ അന്വേഷണത്തിന് അന്വേഷണം തുടർന്നിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പല രീതിയിൽ തന്നെ പാർട്ടിക്കെതിരായിട്ട് പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സൈബർ ഇടങ്ങളിലൊക്കെ വന്നിട്ട് പാർട്ടി ഗുണ്ടകളാണ് നടത്തിയത്, കഞ്ചാവ് അടിച്ച് നടന്നവരാണ് നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ MDMA ഉപയോഗിച്ചിട്ടുണ്ട് CPMൻ്റെ ഗുണ്ടകൾ എന്നുള്ളത്. ഇത് വെളുത്തൂരിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള നീചമായ പ്രയോഗങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ UDFൻ്റെ നേതൃത്വം അത് തിരുത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇതുവരെ അവർ തിരുത്താൻ അത് തയ്യാറായിട്ടില്ല. അപ്പോൾ തീർത്തും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് ഈ പാർട്ടി സഖാക്കളെ പ്രകോപിച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് ഈ പ്രദേശത്ത് ഒരു യുദ്ധമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവിടെയും നമ്മൾ പാർട്ടി എന്ന രീതിയിൽ സമന്വയം പാലിച്ചുകൊണ്ടാണ് ഈ നിമിഷം വരെ പോയിട്ടുള്ളത്. പാർട്ടി ഇവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പിലൊക്കെ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇടുക. പാർട്ടി ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ആരാണോ ഇത് തെളിഞ്ഞു വരാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പാർട്ടി ഗുണ്ടകൾ എന്നൊക്കെ ആരോപണം ഉന്നയിക്കുകയും, അപ്പോൾ അതിന് നേരെയൊക്കെ നമ്മൾ ഒരിക്കലും ഇവിടുത്തെ പാർട്ടിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ആരും അത്ര രീതിയിലുള്ള നീചമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നേരിടരുത് എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി ഇതുവരെ പാർട്ടിയുടെ സംവിധാനത്തിൻ്റെയും പാർട്ടി തത്വത്തിൻ്റെയും രീതിക്കനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ തിരുവേഗപ്പുറ മേഖലയിലുള്ള 2 വ്യക്തികൾക്ക് നേരെയാണ് ഇവർ പരാതി കൊടുത്തിട്ടുള്ളത്. നിരപരാധിയായിട്ടുള്ള ആൾക്കാരാണ് അവർ. കാരണം അവർ ആ സംഭവ സ്ഥലത്ത് ഇല്ല. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സംഭവ സ്ഥലത്ത് ഇല്ല. ഒരു വ്യക്തി ആ സംഭവ സ്ഥലം കഴിഞ്ഞതിന് 500 മീറ്റർ അകലെയാണ് അത് കാണാനായിട്ട് വന്നു ചേരുന്നത്.
അപ്പോൾ നിരപരാധിയായിട്ടുള്ള പാർട്ടി സഖാക്കളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക, പാർട്ടിക്ക് നേരെയുള്ള മോശമായ ചിത്രീകരണം നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെളുത്തൂരിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് അറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM ഇവിടെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയം എങ്ങനെയായിരുന്നു. ഇവിടുത്തെ ഒരു മതസൗഹാർദ്ദത്തിന് എതിരെയായിട്ടോ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇവിടുത്തെ പാർട്ടി സഖാക്കൾ നടത്തുന്നില്ല. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്ന സമയത്ത് ഇത് വ്യക്തമായ അന്വേഷണത്തിന് പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. ആ അന്വേഷണം വ്യക്തമായ രീതിയിൽ നടക്കണം. അതിനോടൊപ്പം തന്നെ ഇതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി പാർട്ടിക്ക് മനസ്സിലാക്കണം. കാരണം UDF പ്രവർത്തകർ ഇത്രത്തോളം നീചമായ വാക്കുകൾക്ക് നേരെ 1% പോലും അത് തിരുത്താനോ ഒന്നും തയ്യാറായിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിയേണ്ടതുണ്ട് എന്നാണ് പാർട്ടി നേതൃത്വം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇതിൽ ഇപ്പോൾ ഈ കഞ്ചാവ് അടിച്ചു, അതുപോലെ തന്നെ MDMA ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് ഈ പ്രദേശത്ത് കാലങ്ങളായിട്ട് പൊതുപ്രവർത്തനം നടത്തി വന്നിട്ടുള്ള സഖാക്കൾക്ക് നേരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അവർക്ക് ഈ പാർട്ടി എന്നതിന് ഉപരി അവർക്ക് ഈ സമൂഹത്തിൽ ഒരു വലിയൊരു ഇമേജും അതുപോലെ വ്യക്തിത്വമുള്ള ആൾക്കാരെ നേരെയാണ്. അപ്പോൾ ഈ പാർട്ടിയെ മൊത്തത്തിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു വൈകാരിക അന്തരീക്ഷം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള പ്രത്യേകമായ ഒരു അജണ്ട മുന്നോട്ട് വച്ചിരിക്കുകയാണ് നമ്മുടെ UDFൻ്റെ നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അതിന് ശക്തമായ രീതിയിൽ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള നേരിടാൻ തന്നെയാണ് പാർട്ടി ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്ന് കൂടി പറയാം. കഴിഞ്ഞ 7-ാം തീയതി CPMൻ്റെ നേതൃത്വത്തിലുള്ള വിജയാഹ്ലാദ പ്രകടനം നടന്നു. അത് പ്രകടനം ഞങ്ങൾ പാർട്ടി നേതൃത്വം വളരെ നല്ല രീതിയിലാണ് നടത്തിക്കുന്നത്. അതിന് ഞങ്ങൾ പാർട്ടി നേതൃത്വം ഇവിടുന്ന് പ്രകടനം പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പടക്കം പൊട്ടിക്കുന്നത് പോലും ആളുകൾ ഉള്ള സ്ഥലത്ത് ആവരുത്, നേരം പോലെ നിന്ന് നല്ല സ്ഥലങ്ങളിൽ പടക്കങ്ങൾ പൊട്ടിക്കുക. അതുപോലെ തന്നെ ജാഥയുടെ 2 വശത്തും നമ്മുടെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ആ ജാഥ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ആരോപിക്കുന്ന കുറ്റം ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് സുഹൈലിൻ്റെ ഗ്ലാസ്സിന് ആരോ കുത്തി എന്നാണ് പറയുന്നത്. അത് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കതിൽ വ്യക്തമായ തെളിവുകൾ വേണം. ആ ഭാഗത്ത് 3 കടകളുണ്ട്, അവിടെ തന്നെ CCTVകൾ അവിടെ ഉണ്ട്. ഒന്ന് 2 മീറ്റർ ഉള്ളൂ, കേവലം 2 മീറ്റർ ഗാലക്സിയുടെ ഒരു ഷോപ്പുണ്ട്. അതുപോലെ 5 മീറ്ററിൻ്റെ അടുത്ത് സൈഗോ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അതുപോലെ പാൻകോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഈ CCTVയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു. അത് പരിശോധിക്കട്ടെ. ഇതാരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടിയെടുക്കണം. അത് തീർച്ചയായിട്ടും വേണം. CPM ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരെയും പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തിനോട് ഞങ്ങൾക്കാർക്കും വ്യക്തിപരമായിട്ടൊരു വിരോധമില്ല അദ്ദേഹത്തിനോട്. അപ്പോൾ പാർട്ടിക്കെതിരെ ഇല്ലാത്ത ദുഷ്പ്രചരണങ്ങളും നടത്തി കഴിഞ്ഞാൽ അത് ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മുഖം മറച്ച ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞു. മുഖം മറച്ച ഗുണ്ടകളൊന്നും അതിലുണ്ടായിട്ടില്ല. അത് നമ്മുടെ ഈ പ്രാദേശികമായ ചെറുപ്പക്കാർ അവരൊരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ എല്ലാ ജാഥയിലും ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് മുഖം അവർ കൊടികൊണ്ടൊന്ന് മറച്ച് കെട്ടിയെന്നല്ലാതെ അവരൊന്നും ഒരക്രമത്തിനും മുതിരുന്ന ആളുകളല്ല. അപ്പോൾ അത്തരം അക്രമങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. അത് ഈ കാര്യങ്ങൾ പറയാണ്. പിന്നെ അവർ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഞങ്ങളങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്കെന്നെ വ്യക്തിപരമായൊരു അഭിപ്രായം എന്തുണ്ട്, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ എൻ്റെ വീട്ടിലേക്ക് ലീഗിൻ്റെ പ്രവർത്തകർ പടക്കം എറിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ആ പടക്കം എറിഞ്ഞ ഒരു കേസിലേക്കോ മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ടില്ല. ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കരുത്, അവരോട് ബന്ധപ്പെട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങളിവിടെ ആരെയും അക്രമത്തിനോ ഞങ്ങളെ പാർട്ടി പ്രവർത്തകരെ ഒരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിജയാഹ്ലാദം നടത്തുന്നത് ഓടുപാറയെന്നാണ്. ഓടുപാറ മുതൽ ആ ജാഥയുടെ പുറകുവശത്ത് നടന്ന ആളാണ് ഞാൻ, വെളുത്തൂർ സെൻറ്റർ വരെ. അതുവരേക്കും ഒരു വിഷയങ്ങളും ഈ ജാഥയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ വെറുതെ പാർട്ടീനെ താറടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് വെളുത്തൂരുള്ള UDFൻ്റെ ആൾക്കാർ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പാർട്ടിയെ ഈ താറടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം UDFൻ്റെ പ്രവർത്തകർ നിർത്തണം എന്നും കൂടി ഇതിൽ പറയാനുണ്ട്. ഈ വിജയാഹ്ലാദത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് 100% പാർട്ടി സഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ ഉള്ള ആളാണ്. അത് നടന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ല, അവൾ എത്തിയില്ലേ? On the way. എന്താണ് ബ്രൈഡ്, ഇനി എത്ര
റെഡി ആവാനാ? നറുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.